സത്യം പറയാലോ, എന്റെ പുറകേന്ന് ആ സാധനം മാറണില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം, അവളെ തളയ്ക്കണം. ഇവിടെ ഒരു പ്രേതബാധയുടെ ഉപദ്രവം ഉണ്ടെന്നോ കാര്യസ്ഥം വന്നങ്ങോട്ട് പറഞ്ഞപ്പോ ഇതുപോലത്തെ ഒരു ഭാർഗവീ നിലയായിരിക്കും അങ്ങോട്ട് നിരീക്ഷില്ല. ആട്ടെ, അവളെത്ര കൊടി കെട്ടിയവളാണെങ്കിലും ഈ തിരുമുൽപ്പാടിന് മുമ്പിൽ അവളൊന്നുമല്ല. ഞാൻ അവളെ ആവാഹിക്കും. അതിന് തന്റെ സഹായം എനിക്ക് ഇങ്ങോട്ട് വേണം. അവളെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു എന്നങ്ങോട്ട് പറയാ. അവൾ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഇവിടെ വെച്ചാണ് കണ്ടേ. പരീക്ഷണം വേണ്ട, എന്നോടും വേണ്ട. ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനായി തിരുമുൽപ്പാട്. ചെന്ത് മണ്ടത്തിനോട് കാണിച്ചത്. ചുട്ട കോഴിനെ ആരെങ്കിലും പറപ്പിച്ചൂടോ? തിന്നൂലേ? ചുട്ട കോഴി എന്ന് വെച്ചാൽ എന്താന്ന് താൻ വിചാരിച്ചേ? എന്താ? ചിക്കൻ ടിക്ക. ആഹാ, അത് ശരി. അപ്പൊ തിരുമേനി, അവളുടെ കാഴ്ചപ്പാടല്ലേ ചോദിച്ചത്? ഞാൻ പറഞ്ഞുതരാം. അവള് നല്ല സുന്ദരിയായിട്ട് വെള്ളസാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ ഇങ്ങട് വാ വാ എന്ന് മാടി മാടി വിളിക്കും. താൻ ഇവിടെ വെച്ച് തന്നെയാണോ അവളെ കണ്ടത്? അതോ വല്ല വെള്ളം അടിച്ചു നിൽക്കുമ്പോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ പരിസരത്താണോ? അതല്ല, ഇത് യക്ഷിയാണ്. ഉറപ്പ്? ഉറപ്പ്. എന്നാ പറയാ, അവളെ എങ്ങനെയാ വന്നത്? അവളെ ഇങ്ങനെ വരും. ആദ്യം തന്നെ ഈ വെള്ളസാരിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് യക്ഷിപ്പാട്ടാണ്, അത് പാടരുത്. എന്താ? പിന്നെ അവളുടെ ഗോഷ്ഠികളൊക്കെ എങ്ങനെയാ? ഗോഷ്ഠികള് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇത് ഞാനാണ്. അങ്ങോട്ട് തിരിഞ്ഞു തന്നോ, നോക്കിയേ. ഇങ്ങനെ പേടിപ്പിക്കണേ. 2 അറ്റാക്ക് കഴിഞ്ഞ ഒരു ജന്തുവാണ്. ഇനി ഒരു അറ്റാക്ക് വന്നാൽ എന്റെ ശഹതാവ് ഇവിടെ തന്നെ തീർക്കേണ്ടി വരും. മനസ്സിലായോ? അതിരിക്കട്ടെ, താൻ എന്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവള് വന്നത്? ഞാൻ ഇന്നലെ വടയും ചായയും കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് വന്നത്. വട കഴിച്ചോണ്ടിരുന്നപ്പോൾ വന്നു. സംശയിക്കണ്ട, അത് വടയച്ചി തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ പനങ്കൊല പോലെ കിടക്കാണ്. എന്നിട്ട് ഇങ്ങോട്ട് ഇഴയാണ് ഇങ്ങനെ. ആര്? താനോ? ഞാനല്ല, മുടി ഇഴയുന്നു പനങ്കുല പോലെ. പേടിക്കണ്ട, പനയിലാണ് താമസം. അതെ. എന്തായാലും ഞാൻ ആവാഹിക്കാം. ആവാഹിക്ക്. ഓം ക്രീം ഐസ്ക്രീം, ഫേസ് ക്രീം, ഷേവിംഗ് ക്രീം, മിൽമ ക്രീം, നിവ്യ ക്രീം, ബോഡി ക്രീം, സ്വാഹ. അയ്യോ, എന്താ സംഭവിച്ചേ? പറയാ. ആരെങ്കിലും ഒന്ന് പിടിക്കോ? പുള്ളിക്കടുത്ത് ഉറങ്ങായിരുന്നു. പെട്ടെന്ന് ഈ കിണ്ടി വന്ന് ദേഹത്ത് വന്ന് വീണു. ഇത് കൈ കിട്ടിയ പിന്നെ ഭയങ്കര പേടിയും അലർച്ചയും ബഹളമാണ്. കിണ്ടി ഇയാളെ വിടാതെ പിന്തുടരുകയാണ്. അതങ്ങോട്ട് വാങ്ങുക. അതിനകത്തൊന്നും ഉണ്ടാവില്ല. അകന്ന് നിൽക്കുക. അടുക്കില്ല. ഓ കാളി ഭദ്രകാളി മാണിക്കത്തിന് തന്നെ പന്തം പിടിച്ചോ, ചൂട്ട് പിടിച്ചോ, പന്തം പിടിച്ചു. ഓം കുടുകളി ഓം കാളി മന്ത്രകാളി തന്ത്രക്കെട്ട ആഹുജി വർണ്ണിയ ശ്രുടേന്ദ്ര നമശിവായി തന്നെ സേവിക്കുന്നു. അവനെ കുട്ടാ മെല്ലെ നോക്കണം. പോയാ? പോയി. പോയിരിക്കണു. ആ വാലിലൊന്നും നോക്കിയേ. ഇല്ല, പോയി. ധൈര്യമായിട്ട് കൊണ്ടുപോക്കോളൂ. സമ്മതിക്കണം. ഇതാണ് തിരുമുൽപ്പാടിനെ സമ്മതിക്കണമെന്ന് എല്ലാവരും പറയുന്നത്. ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കട്ടെ. ഏത് നേരം പെണ്ണുങ്ങളുടെ റൂമിൽ ആരും മാറണ്ട. നടന്മാരൊക്കെ നിങ്ങളെയൊക്കെ ആദ്യം തന്നെ ശരിക്കിരിക്കണം. ഓരോരോ പ്രശ്നങ്ങൾ. മ്യൂസിക് ഡയറക്ടർ എന്താണോ അവിടെ? എപ്പോ പെണ്ണുങ്ങളുടെ റൂമിൽ അവിടെ എന്താ പരിപാടി? അതെ, അവരുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ണ് വേണോന്ന്. നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ തന്റെ 2 കണ്ണ് അവർ കുത്തിയെടുക്കൂട്ടോ. സൂക്ഷിക്കണത്. അതെ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്താണ്? നമ്മളുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഡയറക്ടർ ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ സംവിധായകൻ. അയാളിപ്പോ ആളും ആകെ മാറി, മൊത്തം മാറി. അങ്ങനെ അയാളുടെ മേത്താണ് ഇപ്പൊ പ്രേതം കൂടിയേക്കണത്. യക്ഷി അയാളെ പിടിച്ചാ? യക്ഷിയല്ല, പണ്ട് ഈ ബിൽഡിങ്ങില് കുറച്ച് പിള്ളേര് ഒന്നും താമസിച്ചല്ലോ. അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്രിക്ക് 1ാം സമ്മാനം ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയണത്. ഇവിടെ അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയേക്കണത്. എന്ത് ചോദിച്ചാലും സിനിമാതാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കുള്ളൂ. പഴയ രൂപം ഒക്കെ മാറി. ദൈവമേ, സംവിധായകന്റെ ഒരു ഗതിയുടെ ആളും ചെയ്തിട്ട് ഇവിടെയൊക്കെ നടപ്പുണ്ട്. സിനിമാതാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിച്ചാൽ അതേ
പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല. ഒന്ന് ചോദിച്ചു നോക്കി. അത് ശരി. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. കണ്ടോ, ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ഓർമ്മ ഞാൻ ഓർപ്പിച്ചു നോക്കി. പൂ വേണോ? പൂ മേടിക്കാൻ വന്നതല്ല, മറന്നുപോയാ? ഞാനിവിടെ നാടകത്തിന്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറയാം, ഒരു ചാൻസ് വെച്ചിട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള എന്റെ അടുത്ത് ചാൻസ് വെച്ചപ്പോ വന്നേക്കണം. അത് ശരി. ഞാനിതിന്റെ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ചാൻസ് തരാൻ പറ്റുമോ നോക്കട്ടെ. മിമിക്രി ഒക്കെ ചെയ്യോ? ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട്. കോളേജിൽ ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ മിമിക്രി സിനിമാ താരങ്ങൾ പാട്ടുപാടിയിൽ നിന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ശ്രമിക്കാം. ജനാർദ്ദൻ ഒന്ന് പാടിയാൽ അങ്ങനെ ഇരിക്കുന്നോട്ടെ. ജനാർദ്ദൻ ഖുഷിയിലൊരു പാട്ട് പാടാം. ആള് മാറിയില്ലേ? കെട്ടിപ്പൊടി കെട്ടിപ്പൊടിടാ കന്നാളെ കണ്ടപ്പൊടി കെട്ടിപ്പൊടിടാ എந்த இடத்தில் சுகமிகம் அதிகம் கண்டுபிடிப்பு கண்டுபிடிப்பு அந்த இடத்தில் ஞந்துபிடிப்பு ஓ നോ നോ ചീ പോട തണ്ടി. അത് ശരി. ചാൻസ് തന്നെ എന്നെ തന്നെ തണ്ടിന്ന് വിളിച്ചാ നന്നായിട്ട് ആമൂക്കോയുടെ ശബ്ദത്തിലൊന്ന് പാടി. മാറിക്ക് പേരം കൂടിയാക്കുന്നുണ്ട്. ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്ക് ലവ് സ്റ്റാർ ഇണങ്ങും പിണങ്ങും കിലുക്കാൻ പറ്റി ഓളെ ഞമ്മള് കെട്ടി അല്ലോ ഐസ ഐസ നീ എനിക്ക് ലവ് സ്റ്റാർ ഇണങ്ങും പിണങ്ങും കുരുത്തം കെട്ടോൾ ഓളെ ഞമ്മക്ക് കിട്ടി മാളൈസ യു ബ്ലഡി ബ്യൂട്ടിഫുൾ. ഇത് നമ്മുടെ KP മർ എന്ന പാട്ടുപാടി എങ്ങനെ ഇരിക്കും നോക്കാം. இஞ்சிருங்கோ இஞ்சிருங்கோ தேடி தந்த சந்தோஷங்கோ ஓ ஜாயே ஓ ஜாயே ஓ ஜாயே ஓ ஜா ஓ ஜா ஓ ஜாயே കലക്കി ഒരു കാര്യം ചെയ്യ്, കൊച്ചിൻ ഹരിവയുടെ ശബ്ദത്തിലൊന്ന് പാടി. പ്രായം നമ്മിൽ മോഹം നൽകി മോഹം ചുണ്ടിൽ രാഗം നൽകി പ്രേമം നല്ലിൽ കാനം നൽകി കാനം നൽകാതെ ഈളം നൽകി ഈളം ചുണ്ടിൽ ദാഹം നൽകി. നിർത്തറ, ഏത് പന്നിയുടെ പാട്ട് എഴുതിയത്? മനുഷ്യ പാടാൻ പറ്റാത്ത പാട്ട്. അയ്യേ MS തൃപ്പോണത്തിലുണ്ടല്ലോ നമ്മുടെ താഴത്ത് ഒരു പൊണ്ണ് ഒന്ന് ഞാൻ പാത്തേ അത് മീത്ത സൈങ്കളെ ചേർത്ത് ഞാൻ ചിരിച്ചാ ചിരിക്കട്ടും മരിച്ചാ മരിക്കട്ടും പാപ്പു എന്റെ അമ്മ പാപ്പു അയ്യോ പാപ്പു ആ പോ. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം. പള്ളിയിൽ അച്ഛനെ തലക്ക് തന്നെ പിടിപ്പിക്കാം. നന്നായിട്ടുണ്ട്. നീ നമ്മളെ മരിച്ചുപോയ കുതിരവട്ടം പപ്പു പാട്ട് പാടിയ ഒരെണ്ണം കേട്ടാങ്ങോ. താങ്ക് തക്ക് ചില്ലം ചില്ലം പളാങ്ക് തക്ക് ചന്ദ്രമൃതങ്കം മേലേക്കാവിൽ പൂരക്കാവടി പാണ്ടിപ്പടയുടെ തെഞ്ചിത്തിരി താളം കൈ മേളം കോമരങ്ങൾ പൊഴിയുന്ന പഞ്ചവാദ്യത്തകിലുണ്ട് സതിരുണ്ട്. അയ്യോ ടാക്സി വിളിക്കാം. വാടാ മോനെ വാടാ. അവൻ കണ്ടോ വരഞ്ഞ വരവോക്ക്. ഈശോ മിശിഹായിക സ്തുതിയായിരിക്കട്ടെ. പേഴ്സണലായിട്ട് പറയുക, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അത് അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നല്ല അച്ഛോ നല്ലത്. നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കയറിയിരിക്കുകയാണെന്ന് പള്ളിമേടയിൽ വന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് കൂടുതലാണ് നിനക്ക് വട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ എനിക്ക് വട്ടാണ്. വല്ലാതെ കളിച്ചാൽ കറുത്ത പിശാചേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ആക്ഷനും ഡയലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോനെ ഫാദറെ, ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയം പറമ്പിൽ അബ്ഡോണിക് അഫയേഴ്സ് എന്നാണ് പറയാറ്. ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം. ഞാനൊരു തിരുമേനിയാണോ? എന്നോട് നീ റെവറൻസ് കാട്ടരുത്. എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ ഇരിക്കുന്ന കുപ്പായത്തെ നീ ബഹുമാനിക്കണം.
നേരാ തിരുമേനി. ഈ പച്ചന് ബഹുമാനം അല്പം കുറവാ. അന്യം വിറക്കുന്ന കാശ് കൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളുവെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്തോന്നാ? ഇറവറൻസ്, ബഹുമാനക്കുറവ്. ആ, എനിക്കതല്പം കുറവാ. ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ നിനക്കിട്ടൊരു പെട തരാമായിരുന്നു. ഫാദർ, നിന്റെ പേരെന്താണ്? എന്റെ പേര് ഫാദർ തെങ്ങിൻ തോപ്പിൽ. 2 തെങ്ങിൻ തടി കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ചതച്ചു കൊല്ലാമായിരുന്നു. അച്ഛേ, നീ ഇപ്പോൾ എന്താണ് കാട്ടിയത്? ഞാൻ തുമ്മിയതാണ്. ഇനി മേലാൽ പറഞ്ഞിട്ട് തുമ്മണം, അല്ലെങ്കിൽ ഞാൻ പറന്നു പോകും. വിശുദ്ധ ലൂക്കാ എഫെസിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തെറ്റിത്താര തെറ്റിത്തൈ തിത്തൈ തക തക തെയ്തോം എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ചർക്കയിൽ നൂറ്റെടുത്ത കതർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറംകാല് കൊണ്ട് ചവിട്ടി താഴ്ത്തി. ആര്? നിന്റെ അപ്പൻ. തേണ്ടി തന്തയ്ക്ക് വിളിക്കുന്നോടെ റാസ്കൂലി. ഈ പരചന്ദ്രൻ എന്ന് പിടി മുറിക്കാ പിന്നെ നിന്റെ പോപ്പിനും ആവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എ ഷിറ്റ്. നിനക്ക് എപ്പോഴും ഇപ്പോഴും ഷിറ്റായിരിക്കട്ടെ, ഷിറ്റ. എഴുന്നേറ്റ് വാടാ കശ്മല. ഈശ്വരൻ, ഞാനിപ്പോ എവിടെ? നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കയറിയിരിക്കുകയായിരുന്നു, ഞാനത് ഒഴിപ്പിച്ചോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. നീ അത് വിശ്വസിക്കണം. അച്ഛാ, ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല. നിന്റെ അന്ത്യകുദാശയ്ക്ക് ഞാൻ എത്തിയിരിക്കും. എന്തെല്ലാം അവർ നോക്കിക്കണ ഡാൻസ് തുടങ്ങടോ. എന്നാലും ഞാൻ ആ ഡാൻസ് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം. അപ്പൊ ഫാദർ കണ്ടുകൊണ്ടേ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നണേ. ആരോടും പറയാതെ തന്നെ പോയേക്കാം. അവൾ ഇതെന്താ ഇത്? ബ്ലൗസാ? യക്ഷിയുടെ ബ്ലൗസ്. സാരിയാ? ഇതൊക്കെ ഊരിയിട്ടുണ്ട് നടക്കാണ് ഇപ്പൊ ഇതിലെ. അപ്പൊ ഇനിയും കാണണമല്ലോ പാർട്സുകള്. പാവാട വേണം മേല. വന്നുണ്ട്. അയ്യോ, എന്നാ കൊല്ല്. ഞാൻ ചോര കൂടി. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. മനുഷ്യന് വീട്ടിൽ പോകാനും സമ്മതിക്കൂലേ? അമ്മോ, ഇതെന്താണിത്? ഇതൊക്കെ ഊരിയിട്ടിട്ട് പുതിയ ഡ്രസ്സിലാണല്ലോ. എന്ത് പറ്റി സ്വാമി? നാളെ ഉത്സവത്തിന് തെങ്കാശി ഉത്സവം. അതെ, എനിക്ക് ആ ഉത്സവത്തിൽ ആടണം പാടണം. അയ്യോ, യക്ഷികളും മനുഷ്യരും തമ്മിൽ ആടിയാലും പാടിയാലും ശരിയാവില്ലോ. അപ്പൊ എന്ത് ചെയ്യും? സ്വാമി പ്ലീസ്, എന്നെ ആടാൻ സമ്മതിച്ചാൽ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ല, രക്തം കുടിക്കില്ല. ആരെ ശല്യപ്പെടുത്തില്ല, രക്തം കുടിക്കയില്ല. പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, നാളെ തെങ്കാശി ഉത്സവം നമ്മൾ ഒരുമിച്ച് അടിച്ച് പൊളിക്കുന്നു. യെസ്.